നമസ്കാരം. നമ്മുടെ കേരളത്തിൽ നിന്ന് മൈസൂർ വഴി ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ ശ്രീരംഗപട്ടണത്തിനടുത്ത് കാവേരി നദീതീരത്ത് അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, പശ്ചിമവാഹിനി. അവിടെ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ള വേണുഗോപാലകൃഷ്ണ സ്വാമി ക്ഷേത്രത്തെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഞാൻ ഇനി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനൊരു കാരണമുണ്ട്. ഈ പ്രദേശത്തിന്റെ ഐതിഹ്യം എങ്ങനെയാണ് കേട്ടോ. 1800-കളിൽ, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, കൊടക് ശ്രീനിവാസ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം കുതിരപ്പുറത്ത് ഈ വഴി ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് കുറച്ചു നേരം കാവേരി നദീതീരത്ത് വിശ്രമിക്കാനായിട്ട് ഇരുന്നു. ക്ഷീണിച്ച് വിശ്രമിക്കാനായി അശ്വത്ഥാമരത്തിന്റെ ചോട്ടിൽ കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു ദർശനം നൽകിയത്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കണം, അതുകൂടാതെ തുലാസ്നാനം ചെയ്യാൻ വരുന്ന യാത്രികർക്ക് അന്നദാനം നൽകുകയും വേണം. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അവിടുത്തെ ഗ്രാമവാസികളുടെ എല്ലാ സഹായത്തോടു കൂടി ശ്രീനിവാസ അവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ അവിടെ അന്നദാനം നടത്തി വരികയും ചെയ്യുന്നുണ്ട്. തുലാസ്നാനത്തിന് വരുന്ന ആളുകൾക്ക് ഇന്നും അന്നദാനം കൊടുക്കുന്നുണ്ട്. ഒക്ടോബർ മാസത്തിലാണ് ഈ തുലാസ്നാനം നടക്കുന്നത്. ഈ ഒരു തീർത്ഥാടനം വളരെ പ്രശസ്തമാണ് ആ ഭാഗത്ത്. വാച്ച് പശ്ചിമ വാഹിനി കൃഷ്ണ.